ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഉത്തരകാണ്ഡം അധ്യായം 1. രാമരാജ്യവും ഒരു ദുഃഖവാർത്തയുടെ തുടക്കവും. ലങ്കയിൽ രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ തിരിച്ചെത്തിയിട്ട് കുറെ കാലം കഴിഞ്ഞിരുന്നു. അയോധ്യയിൽ വീണ്ടും സന്തോഷം നിറഞ്ഞു. ശ്രീരാമന്റെ പട്ടാഭിഷേകം ഭംഗിയായി നടന്നു. സഹോദരന്മാരായ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും രാമനോടൊപ്പം നിന്നു. സീതാദേവി രാമന്റെ അരികിലിരുന്നു. അന്നു മുതൽ അയോധ്യയിൽ ഒരു പുതിയ കാലം ആരംഭിച്ചു. ശ്രീരാമൻ രാജാവായിരുന്ന കാലത്ത് പ്രജകൾക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് ധർമ്മം നിലനിന്നു. കള്ളവും വഞ്ചനയും അനീതിയും കുറഞ്ഞു. സമയത്ത് മഴ പെയ്തു. വിളകൾ സമൃദ്ധമായി. ജനങ്ങൾ രോഗബാധകളില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു. രാജാവ് തന്റെ പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു. ഒരു പ്രജയ്ക്ക് പോലും ദുഃഖമുണ്ടാകരുത് എന്നായിരുന്നു ശ്രീരാമന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ രാജസഭയിൽ ധർമ്മത്തിനായിരുന്നു ഏറ്റവും വലിയ സ്ഥാനം. സീതാദേവിയും രാമനോടൊപ്പം അയോധ്യയിലെ ജീവിതത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. എന്നാൽ രാമന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു. ലങ്കയിൽ സീതാദേവി രാവണന്റെ തടവിൽ കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് ചിലരുടെ മനസ്സിൽ ഇപ്പോഴും സംശയമുണ്ടാവുമോ എന്ന ചിന്ത. ശ്രീരാമന് സീതയുടെ പാതിവ്രത്യത്തെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അഗ്നിദേവൻ തന്നെ സീതയുടെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകിയിരുന്നു. സീത തന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവളാണെന്ന് രാമൻ അറിയാമായിരുന്നു. എന്നിരുന്നാലും ഒരു രാജാവിന്റെ ജീവിതം സ്വന്തം സന്തോഷത്തിനു വേണ്ടി മാത്രമല്ല എന്ന ബോധ്യം രാമന്റെ ഹൃദയത്തിൽ ശക്തമായിരുന്നു. എന്റെ ജീവിതത്തെക്കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത് എന്നതിലുപരി എന്റെ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നായിരുന്നു രാമന്റെ ചിന്ത. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാത്രിയിൽ ശ്രീരാമൻ വേഷം മാറി അയോധ്യയിലെ ജനങ്ങളുടെ ജീവിതമറിയാൻ നഗരത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. രാജാവിനെ കുറിച്ച് പ്രജകൾ എന്താണ് പറയുന്നത്, രാജ്യഭരണം എങ്ങനെയാണെന്ന് അവർ കരുതുന്നു, ആർക്കെങ്കിലും പരാതിയുണ്ടോ, ഇതെല്ലാം നേരിട്ടറിയാനായിരുന്നു രാമന്റെ ആഗ്രഹം. അപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ പതിച്ചത്. ആ വാക്കുകൾ രാമന്റെ ഹൃദയത്തിൽ വലിയ മുറിവുണ്ടാക്കി. ഒരു പുരുഷൻ തന്റെ ഭാര്യയോട് കോപത്തോടെ സംസാരിക്കുകയായിരുന്നു. അവന്റെ വാക്കുകളിൽ സീതാദേവിയെ കുറിച്ചുള്ള അപവാദത്തിന്റെ നിഴലുണ്ടായിരുന്നു. ഞാൻ രാമനെ പോലെ അല്ല എന്ന രീതിയിൽ അവൻ തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി. ആ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ നിശ്ചലനായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് വീശി. ജനങ്ങളുടെ മനസ്സിൽ സീതയെക്കുറിച്ച് ഇപ്പോഴും സംശയമുണ്ടോ? രാമൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ആ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സീത അരികിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. രാമൻ അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എന്റെ സീതയെ, ലങ്കയിലെ അശോകവനത്തിൽ അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ രാമന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. രാവണൻ അവളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവളെ കണ്ടെത്താനായി താൻ അനുഭവിച്ച വേദന, സമുദ്രം കടന്ന് ഹനുമാൻ ലങ്കയിലെത്തിയത്, വാനരസേനയുമായി ലങ്കയിലെത്തിയത്, രാവണനോടുള്ള യുദ്ധം എല്ലാം രാമന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു. അവസാനം സീതയെ തിരികെ ലഭിച്ചു. അഗ്നിപരീക്ഷയിലും അവളുടെ പരിശുദ്ധി ലോകത്തിന് മുന്നിൽ തെളിഞ്ഞു. എന്നിട്ടും ജനങ്ങളുടെ നാവിൽ നിന്ന് ഒരു സംശയവാക്ക് ഉയർന്നിരിക്കുന്നു. രാജാവെന്ന നിലയിൽ അതിനെ അവഗണിക്കാമോ? അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട സീതയെ സംരക്ഷിക്കണമോ? രാമന്റെ ഹൃദയത്തിൽ ഭർത്താവിന്റെ സ്നേഹവും രാജധർമ്മവും തമ്മിൽ വലിയ സംഘർഷം ആരംഭിച്ചു. പിറ്റേന്ന് രാമൻ തന്റെ സഹോദരന്മാരെ വിളിച്ചു. ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും രാമന്റെ മുമ്പിലെത്തി. രാമന്റെ മുഖത്ത് പതിവുള്ള പ്രസന്നത ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. സഹോദരന്മാർ കാര്യം ചോദിച്ചു. അപ്പോൾ
രാമൻ തന്റെ മനസ്സിലുള്ള വേദന അവരോട് പറഞ്ഞു. സീതയെക്കുറിച്ച് പ്രജകളിൽ അപവാദം ഉയർന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ വിറച്ചു. അണ്ണാ, സീതാദേവിയുടെ പരിശുദ്ധിയെക്കുറിച്ച് സംശയിക്കാൻ ആരാണ് ധൈര്യപ്പെടുന്നത്? അവൾ അഗ്നിയിലൂടെ തന്റെ ശുദ്ധി തെളിയിച്ചതല്ലേ? രാമൻ മിണ്ടാതെ നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ലക്ഷ്മണ, എനിക്കും അതറിയാം. സീതയുടെ ഹൃദയം എത്ര നിർമ്മലമാണെന്ന് എനിക്കറിയാം. അവളെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. അല്പനേരം അദ്ദേഹം നിശബ്ദനായി. എന്നാൽ ഞാനിപ്പോൾ രാമൻ മാത്രമല്ല, ഞാൻ അയോധ്യയുടെ രാജാവാണ്. ആ വാക്കുകൾ കേട്ട് സഹോദരന്മാരുടെ ഹൃദയം തകർന്നു. രാമൻ തുടർന്നു. ഒരു രാജാവിന്റെ പെരുമാറ്റത്തിൽ ഒരു ചെറിയ സംശയം പോലും ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ പാടില്ല. എന്റെ സ്വന്തം ജീവിതം പോലും രാജ്യത്തിന്റെ ധർമ്മത്തിനു വേണ്ടി ത്യജിക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറാണ്. ലക്ഷ്മണൻ ഒന്നും പറയാറില്ല. അവന്റെ മനസ്സിലൊരു ഭയം നിറഞ്ഞു. എന്താണ് അങ്ങ് തീരുമാനിക്കാൻ പോകുന്നത്? അവസാനം രാമൻ വളരെ വേദനയോട് പറഞ്ഞു, സീതയെ വനത്തിൽ കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കണം. ലക്ഷ്മണന്റെ ഹൃദയം തകർന്നു. ഏട്ടാ, അവൻ കരഞ്ഞുകൊണ്ട് രാമന്റെ പാദങ്ങളിൽ വീണു. ഇതെന്നോട് പറയരുതേ. സീതാമാതാവിനെ വീണ്ടും വനത്തിലേക്ക് അയക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? രാമനും കണ്ണുനീർ തടയാനായില്ല. ലക്ഷ്മണ, ഇതെനിക്കും മരണത്തെക്കാൾ വേദനാജനകമാണ്. പക്ഷേ രാജധർമ്മത്തിന്റെ മുന്നിൽ എന്റെ വ്യക്തിപരമായ സന്തോഷത്തിന് സ്ഥാനമില്ല. അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സീതാദേവി തന്റെ ഗർഭാവസ്ഥയെക്കുറിച്ച് രാമനോട് അറിയിച്ചു. അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞിരുന്നു. പ്രഭോ, എനിക്കൊരാഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടി മഹർഷിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കണം. വനത്തിലെ ആ ശാന്തമായ ജീവിതം വീണ്ടും കാണണം. രാമൻ സീതയെ നോക്കി. അവന്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. സീതയ്ക്കൊന്നും അറിയില്ല. അവളുടെ ഹൃദയത്തിൽ ഭാവിയിലെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. അവൾക്കറിയില്ലായിരുന്നു താൻ വീണ്ടും വനത്തിലേക്ക് പോകുന്നത് ഒരു യാത്രയ്ക്കല്ലെന്ന്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്കാണ് പോകുന്നതെന്ന്. രാമൻ ലക്ഷ്മണനെ വിളിച്ചു. സീതയ്ക്ക് വനത്തിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട്. നീ അവളെ രഥത്തിൽ കൂട്ടിക്കൊണ്ടുപോകണം. ലക്ഷ്മണന്റെ കണ്ണുകൾ നിറഞ്ഞു. രാമന്റെ ആജ്ഞ ആയതിനാല് അദ്ദേഹം ഒന്നും ചോദിച്ചില്ല. പിറ്റേന്ന് സീതാദേവി സന്തോഷത്തോടെ യാത്രയ്ക്കൊരുങ്ങി. അവൾ കരുതിയത് രാമനോടൊപ്പം വീണ്ടും വനത്തിൽ സൗന്ദര്യം കാണാൻ പോകുന്നു. ലക്ഷ്മണൻ രഥവുമായി എത്തി. സീത സന്തോഷത്തോടെ രഥത്തിൽ കയറി. അയോധ്യയുടെ കൊട്ടാരങ്ങൾ പിന്നിലായി. രഥം വനത്തിലേക്ക് നീങ്ങി. വഴിയിൽ സീത പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു. പക്ഷികളുടെ ശബ്ദം, നദികളുടെ ഒഴുക്ക്, പച്ച പിടിച്ച മരങ്ങൾ, ഇതെല്ലാം കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ പഴയ വനവാസകാലത്തിന്റെ ഓർമ്മകൾ ഉണർന്നു. അവൾ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ വനപ്രദേശം കാണുന്നത്. അന്ന് നമ്മൾ മൂവരും, രാമനും നീയും ഞാനും ഇവിടങ്ങളിലൂടെയൊക്കെ നടന്നിരുന്നല്ലോ. ലക്ഷ്മണന് മറുപടി പറയാനായില്ല. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. സീത അത് ശ്രദ്ധിച്ചു. ലക്ഷ്മണ, എന്താണ് നിനക്ക്? എന്തിനാണ് നീ ഇത്ര ദുഃഖിക്കുന്നത്? ലക്ഷ്മണൻ മുഖം തിരിച്ചു. അവന് സത്യം പറയാൻ കഴിയില്ലായിരുന്നു. അവസാനം അവർ ഗംഗാതീരത്തോട് ചേർന്ന വനപ്രദേശത്തെത്തി. അവിടെ സീതയെ ഇറക്കിയ ശേഷം ലക്ഷ്മണൻ ഏറെ നേരം മിണ്ടാതെ നിന്നു. സീത അത്ഭുതപ്പെട്ടു. ലക്ഷ്മണ, നീ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ലക്ഷ്മണന്റെ കണ്ണുനീർ ഒഴുകി. അവൻ സീതയുടെ പാദങ്ങളിൽ വീണു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. സീത ഭയന്നു. എന്താണ് സംഭവിച്ചത്? അപ്പോൾ ലക്ഷ്മണൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അയോധ്യയിലെ ചില പ്രജകൾ അങ്ങയെക്കുറിച്ച് അപവാദം പറഞ്ഞിരിക്കുന്നു. രാജധർമ്മത്തിന്റെ പേരിൽ ശ്രീരാമൻ അവന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. സീത എല്ലാം മനസ്സിലാക്കി. ഒരു നിമിഷം അവൾ നിശ്ചലമായി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എന്നാൽ അവൾ രാമനെ ശപിച്ചില്ല. രാമൻ എന്നെ ഉപേക്ഷിച്ചോ എന്ന് മാത്രം അവൾ ചോദിച്ചു. ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് തലകുനിച്ചു. സീത ആകാശത്തേക്ക് നോക്കി. അവളുടെ ഹൃദയത്തിൽ വേദന നിറഞ്ഞു. എങ്കിലും അവൾ പറഞ്ഞു, രാമൻ ധർമ്മത്തിനു വേണ്ടി എന്നെ ഉപേക്ഷിച്ചെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയില്ല. അങ്ങനെ സീതാദേവി വനത്തിൽ ഒറ്റയ്ക്കായി. അവളുടെ ഗർഭത്തിൽ രാമന്റെ മക്കൾ വളരുന്നുണ്ടായിരുന്നു. അവൾക്ക് മുന്നിൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അന്ന് ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ലീലയിൽ അടുത്ത അധ്യായം ഇതിനകം എഴുതപ്പെട്ടിരുന്നു.
വനത്തിന്റെ ആ നിശബ്ദതയിൽ ദൂരെയായി ഒരു മഹർഷിയുടെ ആശ്രമമുണ്ടായിരുന്നു. അത് വാൽമീകി മഹർഷിയുടെ ആശ്രമമായിരുന്നു. അവിടേക്കാണ് സീതയുടെ ജീവിതം ഇനി തിരിയാൻ പോകുന്നത്. അവിടെ ജനിക്കാനിരിക്കുന്ന രണ്ട് മഹാവീരന്മാർ, ലവനും കുശനും. അവരിലൂടെ ലോകം വീണ്ടും കേൾക്കാനായിരിക്കുന്ന കഥ, ശ്രീരാമന്റെ തന്നെ കഥയായ രാമായണം. അടുത്ത അധ്യായം 2. വാൽമീകി ആശ്രമവും ലവകുശന്മാരുടെ ജനനവും നമ്മൾക്ക് നാളെ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രസ്വാമി കീ ജയ്.